മക്കളുള്ള വൃദ്ധയ്ക്ക് 3 വർഷമായി നരകജീവിതം. നാട്ടുകാരുടെയും സംഘടനകളുടെയും കാരുണ്യത്തിൽ കഴിഞ്ഞിരുന്ന ഇവരെ പത്തനംതിട്ട ഓമല്ലൂർ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തു. ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം പഞ്ചായത്ത് 10-ാം വാർഡിൽ നാട്ടുവാതിക്കൽ തോട്ടുകടവിൽ 85-കാരിയായ ഹാജറ ബീവിയാണ് കഴിഞ്ഞ 3 വർഷമായി നാട്ടുകാരുടെ കാരുണ്യത്തിൽ കഴിഞ്ഞുവന്നത്. 7 മക്കൾക്ക് ജന്മം നൽകിയെങ്കിലും ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ മക്കളിൽ ഒരാൾ പോലും സഹായത്തിന് എത്തിയിരുന്നില്ല എന്നതാണ് ഖേദകരം. വയ്യാങ്കരച്ചിറയിൽ നിന്ന് ചത്തിയറപ്പുഞ്ചയിലേക്കുള്ള തോടിന്റെ ഓരത്ത് 2 മുറികളുള്ള ജീർണിച്ച വീടിനുള്ളിലായിരുന്നു ഹാജറ ബീവി തനിച്ച് കഴിഞ്ഞുവന്നത്. പലപ്പോഴും നാട്ടുകാരും അയൽവാസികളും മക്കളെ വിവരമറിയിച്ചിരുന്നെങ്കിലും ഇവരാരും കാര്യമാക്കിയിരുന്നില്ല. 1-2 പേർ വല്ലപ്പോഴും എത്തിയിരുന്നു. ഇവരുടെ ദയനീയാവസ്ഥയറിഞ്ഞ് ചാരുമൂട് മഴസംഗീത ഗ്രാമം പ്രവർത്തകർ കഴിഞ്ഞ 1 മാസമായി ഭക്ഷണം എത്തിച്ചു നൽകുന്നുണ്ടായിരുന്നു. വൃദ്ധ അവശനിലയിലായതോടെ പഞ്ചായത്തംഗം ഉൾപ്പെടെ സ്ഥലത്തെത്തി. ഉച്ചയോടെ മക്കളിൽ ചിലരും വീട്ടിലെത്തിയെങ്കിലും ആരും ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. വിവരമറിഞ്ഞ് നൂർനാട് പോലീസ് സ്ഥലത്തെത്തുകയും സ്റ്റേഷനിൽ വരുത്തി മക്കളുമായി സംസാരിക്കുകയും ചെയ്തു. പോലീസിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ചെറുമകൾ ഹാജറ ബീവിയെ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചെങ്കിലും നാട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചു. തുടർന്ന് ഇവരെ നോക്കിയിരുന്ന സംഘടനാ പ്രവർത്തകരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളെത്തി ഹാജറ ബീവിയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി മക്കൾ ഇവരെ അവഗണിക്കുകയായിരുന്നുവെന്ന് അയൽവാസി പറഞ്ഞു. 3 വർഷം കൊണ്ട് കിടക്കുക. ഈ കിടപ്പ് ഒറ്റ കിടപ്പ് കിടക്കുക. അവർക്ക് ഇറങ്ങാൻ 7 മക്കളും ഉണ്ട്. അതിന്റെ 16-32 കൊച്ചുമക്കളും ഉണ്ട്. മക്കളും നോക്കാൻ ഒരു മനുഷ്യനും ഇല്ല. ആരും വരാറില്ല. പാമ്പാക്കാര് വരുമായിരുന്നു. ഇന്നാൾക്ക് ചാനലുകാർ വന്ന് പിടിച്ചതിന് ശേഷം പിന്നെ വരത്തുമില്ല. അയലുകാരെല്ലാരും കുളിപ്പിച്ചത് വരെ അയലുകാരാ. കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം. ഇന്ന് കുളിപ്പിക്കാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പന്തളത്തുകാർ വന്ന് അവര് കുളിപ്പിച്ച്. അങ്ങനെ ഹാജരമ്മ താമസിക്കുന്ന കുടുംബ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന മൂത്ത മകൻ പോലും മാതാവിനെ സംരക്ഷിക്കുവാൻ തയ്യാറായില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. V1 ന്യൂസ് ചാരുമൂട്.